ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കുറേ ദിവസത്തിന് ശേഷം ഒരു വ്ളോഗായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാത്തത് എന്താ പറയുക, കുറേ വെച്ചാൽ മടിയാണ്. വീഡിയോസ് ഇങ്ങനെ ഡെയിലി എഡിറ്റ് ചെയ്ത് ഇടാനൊക്കെ ഭയങ്കര മടി പിടിച്ച്. പിന്നെ റമദാനല്ലേ, ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയാണ് അങ്ങനെ അങ്ങ് പോയിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ദിവസമായില്ലേ, അപ്പോൾ ഇന്നൊരു ദിവസത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടാൻ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ബാറ്റർ തയ്യാറാക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് മൈദ, അതേപോലെ തന്നെ ഒരു മുട്ട, ഇത്തിരി മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ വെച്ചിട്ട് നല്ലോണം അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ രൂപത്തിൽ നമുക്ക് ഈ ഒരു ബാറ്റർ കിട്ടും. പിന്നെ ഇതിൻ്റെ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് മയോണീസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഇതിൽ കൊടുത്തിട്ടില്ല. പിന്നെ അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ചിക്കനാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ചിക്കൻ, ബോൺലെസ് ചിക്കന്, മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും സോയാ സോസും ഉപ്പും ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് പിന്നെ ക്യാബേജും ക്യാരറ്റും ഉള്ളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാൻ വിചാരിച്ച്. പിന്നെ അതിന് ശേഷം ഇവിടെ കുറച്ച് ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ചാട്ടോ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് അരിഞ്ഞ് വെക്കാൻ കരുതി. പിന്നെ ചോറിന് പിന്നെ ഉപ്പേരിയൊക്കെ ആയിട്ട് പിന്നെ ആക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ റമദാനൊക്കെ ആയപ്പോൾ ആദ്യമായിട്ട് കിട്ടിയ ചക്കയാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ മുന്നേ ഒരു ദിവസം കിട്ടിയനോ, അത് പഴുത്താക്കിയനോ. അപ്പോൾ പച്ച ചക്ക ആദ്യമായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും ഉപ്പേരിയൊക്കെ ആക്കാൻ വിചാരിച്ചു. ചക്ക വറുത്തത് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. ഇവിടെ കൂടുതലും ചക്ക പുഴുങ്ങാറാണ് കേട്ടോ. അപ്പോൾ അത് പക്ഷേ എനിക്കിഷ്ടം ഇതേപോലെ ഒന്ന് വേപ്പിച്ചെടുത്തിട്ട് നല്ല കടുകും വറ്റൽമുളകും കരിവേപ്പിലൊക്കെ ഇട്ടൊന്ന് തൂമിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചക്ക കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഉപ്പും ഇട്ട് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് പത്തിരിയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പത്തിരീൻ്റെ പണി ഉമ്മയായതുകൊണ്ട് ഞാനതിൻ്റെ ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ പിന്നെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ചിക്കന് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കാൻ കരുതി. അതൊക്കെ പൊരിച്ചെടുക്കാൻ കേട്ടോ. പിന്നെ അതിന് ശേഷം ഈ പൊരിച്ചെടുത്ത എണ്ണയിൽ തന്നെ ഞാൻ അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ എണ്ണയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുത്തു. അതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് മാളി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാബേജ് ഇട്ട് കൊടുത്തു. പിന്നെ അതും ജസ്റ്റ് ഒന്ന് അധികം കുക്കാവണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായി വരുന്ന സമയത്ത് പിന്നെ നമ്മൾ ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതൊന്ന് ജസ്റ്റ് റെഡിയായി വരുന്ന സമയത്ത് പിന്നെ നമ്മൾ ചിക്കനും പിന്നെ കുറച്ച് പെപ്പർ പൗഡറും ഗരം മസാലയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ അതിൻ്റെ പച്ചമണവും കാര്യങ്ങളൊക്കെ മാറുന്ന സമയത്ത് കുറച്ച് സോയാ സോസ് വെച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് സോസ്, അതായത് ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആഡ് ചെയ്യുന്നത് കുറച്ച് മയോണീസ് ആണ് കേട്ടോ. മയോണീസ് മുട്ടേൻ്റെ മയോണീസ് അല്ല, നമ്മൾ പാലൊഴിച്ചിട്ടുള്ള മയോണീസാണ്. അപ്പോൾ നല്ല ഒരു എന്താ പറയുക, നല്ലൊരു ഹെൽത്തി മയോണീസാണ് കേട്ടോ ഇത്. അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് മെസ്സേജ് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിലേക്ക് ആഡ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കരിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബാറ്റർ ഇതേപോലെ ഓരോന്നായിട്ട് ദോശയാക്കി ചുട്ടെടുക്കുക. വേഗം സിമ്പിളായിട്ട് കഴിയുന്നുണ്ട് കേട്ടോ ഈ ഒരു ദോശ. അതായത് പാനിലേക്ക് ഒഴിച്ചിട്ട് ഇതേപോലെ നമ്മളെ കൈ കൊണ്ട് തന്നെ പാനെടുത്ത് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ നമ്മളെ ദോശ ഇവിടെ റെഡി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുത്ത് അത് റെഡിയാക്കിട്ടോ. അപ്പോൾ പത്തിരീൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല കേട്ടോ ഇന്ന്. അപ്പോൾ ഞാൻ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്ന്. അപ്പോൾ ഇന്നത്തെ മധുര സ്നാക്കായിട്ട് നമ്മൾ ഓട്ടപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. ഓട്ടപ്പത്തിൻ്റെ ദോശയും ഇതേപോലെ ഞാൻ ഇതിങ്ങനെ കയ്യിലൂടെ ഇങ്ങനെ ചുറ്റിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചുട്ടെടുക്കുന്നത്. അപ്പോൾ അതും അവിടെ റെഡിയാക്കി ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ ഇതേപോലെ ഒരു ദോശ എടുക്കുക. ദോശേൻ്റെ ഒരു സൈഡിലേക്ക് മസാല വെച്ചതിന് ശേഷം ആ ഒരു സൈഡ് ഇങ്ങനെ കത്തിക്കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കീറി കൊടുത്തിട്ട് പിന്നെ ആ ഒരു ഭാഗം ഇതേപോലെ മടക്കിയെടുക്കുക. എന്നിട്ട് അടുത്ത നെക്സ്റ്റ് ഭാഗത്തും ഇതേപോലെ മസാല അരച്ചിട്ട് ആ മടക്കിയ ഭാഗം തന്നെ പിന്നീട് പിന്നെ
അപ്പുറത്തേക്ക് ഫോൾഡ് ആക്കിയിട്ട് പിന്നെയും ഈ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയെടുക്കുക. ലാസ്റ്റ് ഭാഗം ഇതേപോലെ സ്പേസ് വരും, അതും ആ ദോശക്കല്ലിലേക്ക് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഈ സ്പേസ് വരുന്ന ഭാഗത്തേക്ക് കുറച്ച് മൈദേൻ്റെ പേസ്റ്റ് ഇതേപോലെ പുരട്ടിയിട്ട് ആ ഭാഗത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അതേപോലെ ഞാൻ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. എണ്ണയിലൊക്കെ മുക്കിപ്പൊരിച്ച് ഉണ്ടാക്കുന്ന കടികളെക്കാട്ടും ഏറ്റവും ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ച് അത് ചൂടാകുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച ഈ ഒരു സ്നാക്ക് അതിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ശാലോ ഫ്രൈ ആക്കിയിട്ട് അപ്പുറത്ത് മറിച്ചിട്ടിട്ട് ഒന്ന് ശാലോ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എഗ് മോളിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ വേറെ ഏതോ വ്ളോഗിൽ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അക്കൗണ്ടിൽ കയറിയാൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആ കറി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ചക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിൽ ഒത്തിരി വിസിലിട്ടിട്ടാണ് ഞാനിത് വേവിച്ചെടുത്തത്. അത് അധികം വിസിലിട്ടാൽ അടിഞ്ഞു പോവും. അപ്പോൾ അതിലടക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി വിസിലിട്ട് വേവിച്ചെടുത്തിട്ട് എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ കടുകും മുളകും വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് തൂമിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി അതും ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചുട്ടെടുത്ത ഓട്ടപ്പം തേങ്ങാപ്പാലിൽ പഞ്ചസാരയൊക്കെ മിക്സാക്കി റെഡിയാക്കി നമ്മൾ ഓരോ ദോശ ഇതേപോലെ മടക്കിയിട്ട് അതും റെഡിയാക്കി വെക്കാം കേട്ടോ നമുക്ക്. പിന്നെ നോമ്പുറക്കാൻ നേരത്ത് ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്ന ജ്യൂസ് ചിക്കു ജ്യൂസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ബാങ്ക് കൊടുക്കാൻ നേരത്ത് എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ച് സെറ്റാക്കി റെഡിയാക്കി വെക്കുന്ന തിരക്കിലാണ് കേട്ടോ. പിന്നെ അൽഹംദുലില്ലാ 28ാമത്തെ നോമ്പും അങ്ങനെ നമ്മൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ 28ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ വീടിൻ്റെ ലാസ്റ്റായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിലിരുന്നിട്ട് ഈ ക്രാഫ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് സേവ് ദ ഡേറ്റ്, ഗിഫ്റ്റ് ബോക്സ്, ഗിഫ്റ്റ് ഹാമ്പർ, അതൊക്കെ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ID ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് ഐറ്റംസും കാര്യങ്ങളൊക്കെ അതായത് സേവ് ദ ഡേറ്റും ഹാമ്പേഴ്സൊക്കെ വേണമെന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് DM ചെയ്യാം. നിങ്ങളുടെ പ്രൈസ് അനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ഗിഫ്റ്റ് ഹാമ്പറൊക്കെ ചെയ്തു തരാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റഗ്രാം പേജിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.